വണ്ടിയുടെ പറയൂ ബമ്പർ പൊട്ടിയിടോ ഇന്നല്ല അത് ഒട്ടിച്ചോക്കാം. അത് മോട്ടോർ ഓ നിലത്ത് വെക്കണതിന് മുമ്പ് പായിച്ചു കളഞ്ഞല്ലടാ അത്. ദേ ഒരുത്തി പോയിട്ടോ നാണമായിട്ട് അങ്ങോട്ട് പോയേ. നാണമാണ് കുഞ്ഞിന്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ അവിടെ കളിക്കണം കണ്ടിട്ട് ഞാനങ്ങനെ അവിടെ നിന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റോജർ മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത്. അവൻ താഴേക്ക് വരുമ്പോൾ ലേറ്റ് ആകുമല്ലോ, അപ്പോൾ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷാജിയാണെന്നുണ്ടെങ്കിൽ കാലത്ത് തന്നെ ചാള കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ റോജറിന് വേണ്ടിയിട്ടുള്ള പാലെല്ലാം ഞാനവിടെ കാച്ചി വെച്ചെങ്കിലും അതിങ്ങോട്ട് എടുത്തിട്ടില്ല. കാരണം മിൽക്ക് കുക്കറിൽ ഇരിക്കുമ്പോഴത്തേക്ക് ചൂടായിട്ടിരിക്കുമല്ലോ. അപ്പോൾ അവൻ വരണ സമയത്ത് അവൻ തന്നെ അതിനകത്ത് പഞ്ചസാരയൊക്കെ ഇട്ട് എടുത്തോളൂ. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ചാളയൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടാണ്. കുരുമുളക് പൊടി തീർന്നിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യ സമയത്ത് അങ്ങോട്ട് പൊടിക്കാമല്ലാന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ കുരുമുളകിൻ്റെ പാക്കറ്റ് അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏതായാലും മീൻ വറുക്കാനായിട്ട് കുരുമുളക് വേണം. അങ്ങനെ ഞാൻ വേഗം കുരുമുളക് പൊടിച്ചെടുത്ത് കേട്ടോ. അപ്പോൾ ചാളയെന്ന് പറഞ്ഞത് നമുക്ക് ഇത്തവണ 500 രൂപയുടെ ചാളയാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ചാളയുടെ സൈസ് ഇത്തിരി കുറവായതുകൊണ്ട് 40 ചാള ഉണ്ടായിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ 600 രൂപയുടെ ചാളയെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇത്രയും കൂടി സൈസ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് 41 ചാള മാത്രമാണ് അതിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്തേക്ക് കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇത്തിരി എരിവെള്ള മുളക് പൊടിയും കൂടി ഇടും. നമ്മളുടെ റയന് ഒരു ഇത്തിരി എരിവൊക്കെ ഇട്ട് കഴിക്കണ ഇഷ്ടം. അപ്പോൾ റയന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വില കൂടിയ മീനാണെന്നുണ്ടെങ്കിൽ ഞാൻ മേടിക്കണം. ഇപ്പോൾ ചാളയൊക്കെ ഇത്രയും വിലയൊന്നും നേരത്തെ ഇല്ലല്ലോ. ഇപ്പോൾ ഇത്രയും വില കൂടി നിൽക്കണമെന്നുണ്ടെങ്കിൽ റയന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ റയനുള്ള സമയത്ത് റയന് കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ മേടിക്കണേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും വില കൂടിയത് ഞാൻ മേടിക്കാറില്ല. അപ്പോൾ അങ്ങനെ ചാളയൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ റയൻ്റെ അടുത്ത് ചോദിച്ചേ ചാള വറുത്തതും മോരിയാറും ക്യാബേജ് തോരനും വെച്ചാൽ മതിയാന്ന് ചോദിച്ചു. എന്നിട്ട് അടുത്ത ദിവസം നമുക്ക് ചാള കറി വെച്ചാൽ മതിയാ. അപ്പോൾ ഒരു ദിവസം ഒരു ഫിഷിൻ്റെത്, പിറ്റേ ദിവസം അടുത്ത ഒരു ഡിഷ് ഫിഷിൻ്റെ, അങ്ങനെ. അപ്പോൾ അവന് അതിനേലും ഇഷ്ടം ഇതാണ്. അതായത് ചാള കറി വെക്കുകയും ചെയ്യണം, ചാള വറുക്കുകയും ചെയ്യണം, അതാണ് ഇഷ്ടം. പിന്നെ ഞാൻ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഞാൻ മതിയാക്കി. അപ്പോൾ ക്യാബേജ് തോരനും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെജിറ്റബിൾ കറിയും കൂടി ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തില്ലായിരുന്നു. അപ്പോൾ അവനെങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതായാലും മീൻ കറിയും കൂടി ഒപ്പം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് മീനിന് വില കൂടിയതുകൊണ്ട് ഒരു ദിവസം ഇങ്ങനെ മീനിൻ്റെ ഒരു ഡിഷ്, പിറ്റേ ദിവസം മറ്റൊരു ഡിഷ്, അങ്ങനെയാണ്. പക്ഷേ ഇന്നിപ്പോൾ രണ്ടും വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ടാക്കണേണ് കേട്ടോ. അപ്പോൾ ഒരു 12 ചാള ഞാനെടുത്ത് ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും ഈ പെരഞ്ഞിലുള്ളതുകൊണ്ട് തന്നെ ഞാനതെല്ലാം എടുത്ത് മാറ്റിയിട്ടാണ് ചാള ഇടുന്നത്. അപ്പോൾ ഞാൻ വറുക്കാൻ വെച്ചിരുന്ന ചാളയുടെ അകത്ത് മുട്ടയുള്ള ആളാണ് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വറുക്കാനും വെച്ച്. പിന്നെ ഇത് വറുക്കണമെന്ന് ഞാൻ ചോദിച്ചായിരുന്നു, ഈ പെരഞ്ഞിൽ വറുക്കണമെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞ് വേണ്ട, അത് കറിക്കകത്ത് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കറിക്കകത്ത് ഇട്ടാണ് കേട്ടോ. കാരണം ഇത് വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ചിലപ്പോൾ കരിഞ്ഞൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കാമെന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ടാ. അപ്പോൾ അങ്ങനെ മീൻ കറിയൊക്കെ റെഡിയാക്കി. പിന്നെ നമ്മുടെ റിച്ചാർഡ് ഇത് കഴിക്കാത്തത് കൊണ്ട് തന്നെ ഒരു കോളിഫ്ലവർ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നുണ്ടാക്കണ കോളിഫ്ലവർ ഫ്രൈ ശരിക്കും നമ്മൾ വഴിയരികിൽ നിന്ന് മേടിക്കൂലേ, നമ്മുടെ ഈ ഓരോ ഫെയറിലൊക്കെ പോകുമ്പോൾ കിട്ടൂലേ, അതുപോലത്തെ നല്ല അടിപൊളി മൊരിഞ്ഞ നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ ആണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറുതെ ഫ്രൈ ചെയ്ത് തന്നാൽ മതി, ഈ ക്യാപ്സിക്കൊക്കെ ഇട്ട് സോസൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കൂലേ, അത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെറുതെ ഫ്രൈ ചെയ്തെടുത്ത. അപ്പോൾ ആദ്യം നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാ വേസ്റ്റും കളഞ്ഞതിന് ശേഷം ഇത്തിരി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അവിടെ ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം നമ്മളുടെ പുതിയ ഗ്യാസ് സ്റ്റൗവിൻ്റെ ഇൻസ്റ്റലേഷൻ ഇതുവരെയും നടന്നിട്ടില്ല. ആൾ വന്നിട്ടില്ല, അവർ ലീവാണെന്നാണ് പറഞ്ഞേക്കണത്. ഇത് ചെയ്യുന്ന ആളുകൾ, ഇത് ഹോളൊക്കെ ഇടണമല്ല, നമ്മളുടെ കോൺക്രീറ്റൊക്കെ പൊട്ടിക്കണം. അപ്പോൾ അതിൻ്റെ ആൾ ലീവാണെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അങ്ങനെ
ഏതായാലും അത് മാറ്റി അവിടെ വെച്ചിട്ട് അവിടെ ഇരിക്കുന്നതാണ്. നമ്മൾക്ക് ഇപ്പോൾ 2 ബർണറിൽ തന്നെ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടി കത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് വരട്ടെ, ഇന്നെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് മഴയാണ്, ഇന്ന് രാവിലെ തുടങ്ങിയിട്ട് നല്ല മഴയുണ്ട് ഇവിടെ. അപ്പോൾ ഞാനില്ലേ വെള്ളം തിളപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അതിനകത്തേക്ക് ഒഴിച്ച്. അപ്പോൾ നമുക്ക് കെറ്റിലുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചതെന്ന് ചിലപ്പോൾ വിചാരിക്കും. കെറ്റിൽ ഉണ്ടായിരുന്നില്ല. ഈ കെറ്റിലൊക്കെ വെക്കാനായിട്ടൊരു സ്പേസ് സത്യത്തിൽ നമ്മളുടെ കൗണ്ടർ ടോപ്പിലില്ല. ഇടയ്ക്ക് മാത്രം കെറ്റിൽ ഞാനൊന്ന് ഉപയോഗിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് എടുത്ത് ഉപയോഗിക്കും. കുറച്ച് ദിവസം അതേ എടുത്ത് മാറ്റണേ. ഇപ്പോൾ ഫാബറിൻ്റെ ഒരു പുതിയ കെറ്റിലും കൂടി നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്നും വെക്കാനായിട്ട് നമുക്ക് സ്ഥലമില്ല. കൗണ്ടർ ടോപ്പൊക്കെ നമുക്ക് വളരെ കൺജസ്റ്റഡാണ്. ചെറിയ കിച്ചണും അല്ലേ. അപ്പോൾ ഈ ഗ്യാസ് സ്റ്റൗവിന് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും റിച്ചാർഡിൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ഇതിപ്പോൾ ഈ 2 ബർണറിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ചെയ്യാനായിട്ട്. കാരണം ഒരു ബർണർ മര്യാദക്ക് കത്തണില്ല, ചെറുത്. പിന്നെ ഒരെണ്ണം പോയി കിടക്കണേണ്. പിന്നെ ഈ വലിയ ബർണറിൽ നമുക്ക് എല്ലാം കൂടെ വെക്കാൻ പറ്റില്ല, കത്തി പിടിക്കും, ഒരുപാട് കരിഞ്ഞൊക്കെ പിടിക്കും. അപ്പോൾ മമ്മി ഇങ്ങനെയുള്ള സമയത്ത് ഈ ഇൻഡക്ഷൻ കുക്കർ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല, ഇവിടെ എന്തുകൊണ്ട് ഇൻഡക്ഷൻ കുക്കർ മേടിച്ച് വെച്ചിട്ടില്ല എന്നൊക്കെ ഈ സമയത്ത് അവൻ ചോദിച്ചേട്ടാ. അപ്പം ഞാൻ പറഞ്ഞേടാ, ഇൻഡക്ഷൻ കുക്കറൊക്കെ നിസ്സാരം വിലയുള്ളൂ, നമുക്ക് മേടിക്കാൻ അതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഇതൊക്കെ മേടിച്ചാൽ ഞാൻ എവിടെയാണ് വെക്കേണ്ടത്? ഈ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ നമുക്ക് സ്ഥലമില്ല. അതുപോലെ തന്നെ ഓരോ പിന്നും ഇങ്ങനെ ഊരിയിട്ട് വേണം അടുത്തതിൻ്റെ ആവശ്യത്തിന് കുത്താനായിട്ട്. ഇപ്പം മിക്സി അവിടെ കുത്തിയിട്ടിട്ടുണ്ട്. അത് മാറ്റിയാലാണ് എനിക്ക് ഈ കെറ്റിൽ വെക്കുമ്പോൾ കെറ്റിൽ കുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് മടിയാകും. കാരണം അത് ഇങ്ങനെ ഒരു പിന്നിട്ട് കുത്തി അത് താഴ്ത്തിയിട്ടൊക്കെ വേണം ഈ നമ്മുടെ 2 പിന്നുള്ള പ്ലഗ് കയറ്റാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു മെനക്കെട്ട പണിയാണ്. അതുകൊണ്ടൊക്കെ ഞാൻ ഭൂരിഭാഗം സാധനങ്ങളെടുത്ത് മാറ്റി വെച്ചേക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എയർ ഫ്രയർ എന്താ മേടിക്കാത്തതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ട്. ഇതൊക്കെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് മേടിക്കാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ അതൊക്കെ നിസ്സാര വിലയുടെ സാധനങ്ങളാണ്, നമുക്ക് മേടിക്കാം. അതുപോലെ തന്നെ ഡിഷ് വാഷർ ചേച്ചിക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ഇത്രയും ആളുകളൊക്കെയുള്ള വീടല്ലേ, പാത്രങ്ങൾ കഴുകാനൊക്കെ ചേച്ചി ഒറ്റയ്ക്കല്ലേ ചെയ്യണത്. അത് അത്യാവശ്യമാണ്. ഇതൊക്കെ ഞാൻ എവിടെ വെക്കും എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഒഴിവാക്കുന്നത്. അതുപോലെ നമുക്ക് ഫ്രിഡ്ജ് വലുത് മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് അവൻ കണ്ടിങ്ങനെ വെച്ചേക്കണേ. അവൻ അത്ര ഇഷ്ടമായിട്ടൊരു ഫ്രിഡ്ജ് കണ്ടു വെച്ചേക്കണേ. പക്ഷേ അതിപ്പോൾ ഞാൻ മേടിപ്പിക്കാത്തതിന് കാരണം ഫ്രിഡ്ജ് വെക്കണം, വലിയ ഫ്രിഡ്ജ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ടുള്ള മുറി സെറ്റാക്കണം. നമ്മളുടെ ഈ കിച്ചണിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പരിമിതികൾ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാതെയൊക്കെ അങ്ങനെ ഇട്ടിരിക്കുന്നത്. പിന്നെ റോജർ കൊണ്ടുവന്ന് വെച്ചാൽ ബ്ലെൻഡർ, അതും എനിക്ക് കൗണ്ടർ ടോപ്പിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അലമാരിക്കകത്ത് വെച്ച് പൂട്ടിയേക്കണേ. അപ്പോൾ അതേ നമ്മളുടെ കോളിഫ്ലവറൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കത് മാരിനേറ്റ്. അപ്പോൾ റെഡ് ചില്ലി സോസാണ് ശരിക്കും വേണ്ടത്. എൻ്റെ കയ്യിൽ റെഡ് ചില്ലി സോസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്രീൻ ചില്ലി സോസ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് കാശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് നമ്മൾ ഇടുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് വേറെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു സാധനങ്ങളും നമ്മൾ ഇടില്ല. പിന്നെ വേണ്ടത് കോൺഫ്ലോർ അല്ലെന്നുണ്ടെങ്കിൽ അരിപ്പൊടി. അപ്പോൾ കോൺഫ്ലോർ എൻ്റെ കയ്യിൽ മൊത്തം തീർന്നു പോയിട്ടാണ്, ഇനി മേടിക്കണം. അതുകൊണ്ട് മൊത്തത്തിൽ ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ഇടുന്നത്. അതങ്ങനെ ഇട്ടാലും കുഴപ്പമില്ലെങ്കിലും കോൺഫ്ലോർ ഇടുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ആ ഒരു ഭയങ്കര നൈസാണത്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ ഇത്തിരി കട്ടിയാണ്, അതാണ് വ്യത്യാസം. അപ്പോൾ ഇല്ലേ, ഇത് സോയാ സോസ് വളരെ കുറച്ചൊന്ന് തളിച്ച് കൊടുത്താണ് ഞാൻ. കാരണം റിച്ചാന് സോയാ സോസ് ഒട്ടും തന്നെ ഇതിനകത്തേക്കാണ് ഇഷ്ടം. എങ്കിലും ചെറിയൊരു പുളി കിട്ടാൻ വേണ്ടിയിട്ട് സോയാ സോസ് ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ വളരെ കുറച്ച് സോയാ സോസ് ഇട്ടാൽ മതി. എന്നാലേ ഒരു നല്ലൊരു കളറ് എന്ന് വെച്ചാൽ കൂടുതൽ സോയാ സോസ് ആയാലും ഒരു ഇത്തിരി കരിഞ്ഞ കളർ പോലെ വരും. അപ്പോൾ നല്ലൊരു റെഡ് കളർ കിട്ടണമെങ്കിൽ സോയാ സോസ് അധികം ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗരം മസാല, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സിമ്പിളായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്കുമാണ് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇത് നല്ല ടേസ്റ്റുള്ള ഒരു കോളിഫ്ലവർ ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതിങ്ങോട്ട് മാറ്റി മീൻ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 2 ബാച്ചായിട്ട് മീൻ വറുത്തത്, അത് വറുത്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അതിനകത്തേക്ക് എണ്ണ ഒഴിക്കണം. അപ്പോൾ എണ്ണ റൈസ് ബ്രാൻ ഓയിലാണ് കൂടുതൽ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. മീൻ വറുക്കാനൊക്കെ നമ്മളിപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തത് കേട്ടോ. ഇപ്പോൾ റൈസ് ബ്രാൻ ഓയിൽ തീർന്ന് ഇരുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പുതിയ പാക്കറ്റ് പൊട്ടിച്ചെടുത്താണ് കേട്ടോ. ഇത് 129 രൂപ എന്തോണം വില. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് റൈസ് ബ്രാൻ ഓയിൽ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അര പാക്കറ്റ് മാത്രമാണ് എനിക്ക് KLFൻ്റെ വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ടായിരുന്നതെന്ന് ഞാൻ പറഞ്ഞു. 2 എണ്ണം എടുക്കാൻ നോക്കിയിട്ട് അവർ തരണുണ്ടായിരുന്നില്ല, ഒരെണ്ണം മാത്രമാണ് നമുക്ക് തന്നത്. അപ്പോൾ അത് 180 രൂപക്കായിരുന്നു 1/2 കിലോ വെളിച്ചെണ്ണ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 500 ml വെളിച്ചെണ്ണ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴേക്കും അത് 240 രൂപയിലാണ് കിടക്കുന്നത്. അപ്പോൾ 60 രൂപയുടെ വ്യത്യാസമാണ്
വെളിച്ചെണ്ണക്ക് അന്ന് മേടിച്ചപ്പോഴത്തേക്ക് 60 രൂപ കുറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് ലിമിറ്റഡ് ആയിരുന്നതും ഒരെണ്ണം മാത്രം നമുക്ക് തന്നതും എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അപ്പോൾ അതാണ് കാര്യം. അന്നപ്പോൾ 1/2 കിലോ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ റൂബി അവിടെ കിടന്ന് ഉറങ്ങണേ. റൂബിക്ക് ഇനി ചിക്കൻ ഞാൻ എടുത്തിട്ടില്ല, ഫ്രിഡ്ജിലാണ്. അതെടുത്തിട്ട് ഇനി വേവിച്ചിട്ട് എൻ്റെ ജോലി ഒതുങ്ങാതെ പിന്നെ അവൾക്ക് കൊടുത്താൽ അവൾ കഴിക്കൂലല്ലോ. അപ്പോൾ ഞാൻ ആ സമയത്ത് അങ്ങോട്ട് വേവിച്ചിട്ട് ഫ്രഷ് ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ചിക്കനൊക്കെ കഴുകി എടുത്ത് കൊണ്ടുവന്ന് അതൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതും കൂടി വേവിക്കാൻ വെച്ചിട്ടാ. അപ്പം നമ്മളുടെ ഈ കോളിഫ്ലവർ ഇടുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണം. അല്ലാതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോളിഫ്ലവർ എണ്ണ കുടിച്ചാകെ ഇങ്ങനെ പഞ്ഞി പോലെ ആയിപ്പോവും. അപ്പോൾ പഞ്ഞി പോലെ ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അത് ആദ്യം നമ്മളിട്ട് കഴിഞ്ഞാൽ ഉടനെ അനക്കാതെ അത് മസാല അങ്ങനെ ആ കോട്ടിങ് അതിൽ പിടിച്ചു കഴിഞ്ഞിട്ട് മാത്രം മൊരിഞ്ഞിട്ട് മാത്രം മറിച്ചിട്ടാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ആ കോട്ടിങ് ഇളകിയങ്ങാട് പോയാൽ കോളിഫ്ലവർ വെന്ത് ഇങ്ങനെ വെള്ള കളറിൽ വെറുതെ ഇരിക്കും കേട്ടോ. അങ്ങനെ അപ്പോൾ കോളിഫ്ലവറിൻ്റെ ഫ്രൈയും ഒക്കെ റെഡിയാക്കി പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ഉലുവയും ചെറിയ ഉള്ളിയും വേപ്പിലൊക്കെ ഒന്ന് താളിച്ച് അതും കൂടി ഇട്ട് കൊടുത്തിട്ടാ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് അതിന് ശേഷം പിള്ളേർ 2 പേരും റിച്ചാർഡും റയനും കൂടിയിട്ട് ഒന്ന് ENT കാണാൻ പോയേക്കണേ. കാരണം റിച്ചാർഡിൻ്റെ ചെവിയും അതുപോലെ തുമ്മലുണ്ട്. അപ്പോൾ ഈ ചെവി ക്ലീൻ ചെയ്യാൻ തുമ്മലും അതിപ്പോൾ ഏകദേശം 1 മാസമായിട്ട് റിച്ചാർഡിൻ്റെ കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ റയനെ കൊണ്ടുപോകണം. റയൻ്റെ ചെവിയും ക്ലീൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി റയനും ഇടയ്ക്ക് തുമ്മണുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് റിച്ചാർഡ് കൊണ്ടുപോയേക്കണത് കേട്ടോ. അപ്പോൾ ഇവരില്ലാത്ത സമയത്ത് എനിക്ക് ഈ റൂമിൽ കയറി ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഈ റൂമിൽ സ്ഥിരം ഇതുങ്ങളുണ്ട്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോൾ ചെയ്യേണ്ട, അത് പിന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചു വിടും കേട്ടോ. അങ്ങനെ എനിക്കിത് മാറ്റാൻ പറ്റാതിരിക്കണമായിരുന്നു. അപ്പോൾ ഏതായാലും ഇവർ പോയ സ്ഥിതിക്ക് വേഗം കയറിയിട്ട് ഞാൻ എല്ലാം മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മുടെ റിച്ചാർഡിൻ്റെ ആ ഒരു ലാപ്ടോപ്പിൻ്റെ സ്റ്റാൻഡ് അവിടെ ഇരിക്കണ കണ്ട ആ സംഭവം എടുത്ത് പൊക്കാൻ സത്യത്തിൽ എനിക്ക് പറ്റണില്ല. അതുകൊണ്ടാണ് ഞാനത് അവിടെ തന്നെ വെച്ചിട്ട് പയ്യെ പൊക്കിയിട്ട് ഇങ്ങനെ ഇട്ടത്. അപ്പോൾ ഈ സാധനം ഇത്ര വെയിറ്റ് ഉള്ളത് കൊണ്ടും ആ ഇരുമ്പിൻ്റെ ആ ഒരു ഇതും കൊണ്ടും നമ്മുടെ ബെഡ്ഷീറ്റ് റിച്ചാർഡിന് ഇട്ടത് തിരിച്ചെടുക്കുമ്പോൾ മൊത്തം കീറിയിട്ടാണ് നമുക്ക് മാറ്റാൻ പറ്റണത് കേട്ടോ. ആ നടുവശം മാത്രം, വേറൊരു സ്ഥലത്തും കീറൂല. ഇത് വെച്ചിരിക്കുന്ന ഈ ലാപ്ടോപ്പ് വെച്ചിട്ട് ഇങ്ങനെ നിരക്കി അവിടെ വെച്ചിട്ട് അത് കംപ്ലീറ്റ് നടുവശം കീറി. ഇപ്പം മാറ്റിയ ബെഡ്ഷീറ്റും കീറിയിട്ട്, ഇതിന് മുൻപും ഇട്ട ബെഡ്ഷീറ്റ് കീറിയിട്ടാണ് ഞാൻ മാറ്റിയത്. അപ്പോൾ അത് അവൻ്റെ അടുത്ത് പറഞ്ഞാൽ അവൻ സമ്മതിക്കൂല കേട്ടോ. അത് പഴയ ബെഡ്ഷീറ്റ് ആയതുകൊണ്ട് കീറണമെന്ന് അവൻ പറയും. ഏതൊരു പഴയ ബെഡ്ഷീറ്റാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ കീറണ്ടേ. ഇതിൻ്റെ ഈ ലാപ്ടോപ്പിൻ്റെ സ്റ്റാൻഡ് വെക്കണ സ്ഥലം മാത്രമാണ് കീറിപ്പോണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പണി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി ബെഡ്ഷീറ്റായി ഇപ്പോൾ കീറണത് കേട്ടോ. റിച്ചാർഡിന് ഇട്ട് കൊടുക്കണത് എല്ലാം കീറിയിട്ടാണ് പോണത്. അങ്ങനെ ഒരു രീതിയിൽ ഞാൻ അവിടെയൊക്കെ വിരിച്ച് അവൻ്റെ ആ ലാപ്ടോപ്പ് എടുത്ത് മാറ്റാതെ തന്നെയൊക്കെ വിരിച്ച്. അപ്പം നമ്മുടെ റൂബിയാണെന്നുണ്ടെങ്കിൽ റയൻ്റെ അവിടെ നിന്ന് ആ ബെഡിൽ നിന്ന് മാറണില്ല. പിന്നെ പൊക്കിയെടുത്ത് ഇപ്പുറത്തെ കട്ടിലേക്ക് കയറ്റി കിടത്തിയിട്ട് പിന്നെ അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത്. അപ്പോൾ 2 പേര് വേണം ശരിക്കും ഇതിവിടെ ക്ലീൻ ചെയ്യാൻ. ഇതെല്ലാം പൊക്കി മാറ്റണം. പക്ഷേ ഇപ്പോൾ ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെയ്യണേ. അപ്പോൾ ഇവരുടെ ബുക്കുകളെ നമുക്ക് തൊടാനേ പറ്റൂല. തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പറയും അത് കാണാതെ പോയെന്ന് പറയും. അതുകൊണ്ട് ഞാൻ അതൊന്നും തൊടാതെ അത്യാവശ്യം ഇതൊന്ന് വിരിച്ചിട്ടിട്ട് ഇങ്ങോട്ട് പോകുന്ന ഒന്ന് അടിച്ചു വാരി മാറാമ്പലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തൂത്തിങ്ങോട്ട് പോകുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതൊരു സമാധാനം. അതൊക്കെ വൃത്തിയാക്കിയിട്ട് കൊടുത്ത് ആ സമയത്ത് നമ്മളുടെ റോജർ ഭക്ഷണം കഴിക്കാൻ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റോജർ ഭക്ഷണം കഴിക്കുന്ന സമയം എത്രയാണെന്നുള്ളത് നോക്കാം. ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വന്നേക്കണേ. എത്ര മണിയായി റോജർ ഉച്ചക്ക് ഭക്ഷണം കഴിക്കണത്? എത്ര മണിക്കാണ് ഒന്ന് കാണിച്ചേ. 4:11. അവർ റഷീദ് ഡോക്ടറിൻ്റെ അടുത്ത് പോയേക്കണേ 2 പേരും. 2 അല്ല, ഇത്രയും ലേറ്റായിട്ടാണ് റോജർ ഫുഡ് കഴിക്കണത്. ആ സമയത്ത് നമ്മളുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു പ്രൊഡക്റ്റ് അങ്ങനെ ഓർഡർ ചെയ്തത് വന്നതാണ് കേട്ടോ. അത് 1/2 കിലോ ബദാമും 1/4 കിലോ വാൾനട്ട് ഇവിടെ ആദ്യമായിട്ടാണ് മേടിക്കണം. ഞാൻ ഇന്നുവരെ കഴിച്ചിട്ടില്ല. ഇവിടെ ആരും ഈ വാൾനട്ട് കൊണ്ടുവരാറുമില്ല. ഇത് ടേസ്റ്റ് കൊള്ളൂല എന്ന് പറയും. എന്തിനാണ് അതിന് വെറുതെ പൈസ കളഞ്ഞിട്ട് അങ്ങനെയൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ട് തന്നെ ഇതിവിടെ ആദ്യമായിട്ടാണ് മേടിച്ചത്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് അത് ടേസ്റ്റ് ചെയ്തു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവിടെ ആരും തന്നെ കഴിച്ചില്ല, ആർക്കും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബദാം 395 രൂപയാണ് 1/2 കിലോ. പല വിലയുടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 395 രൂപ എടുത്തത് കുഴപ്പമില്ല, നല്ലതാണ്. വാൽനട്ട് 260 രൂപ 1/4 കിലോ.
ഫ്ലിപ്കാർട്ടിൽ പല ബ്രാൻഡുകൾ പല വിലയുടേതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്തിരി ചീപ്പ് ആൻഡ് ബെസ്റ്റായിട്ട് തോന്നിയതും ഫ്ലിപ്കാർട്ട് അഷ്വേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റും ഒക്കെയാണ് ഞാൻ നോക്കിയിട്ട് എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. ഇപ്പോൾ വാൽനട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും വില നന്നായിട്ട് കൂടിയതുണ്ട്. അപ്പോൾ വാൽനട്ട് കഴിച്ചിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒട്ടും ഇങ്ങനെ വെയിറ്റ് ഇല്ലാതെ ക്രഞ്ചി ആയിട്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ മറ്റുള്ള സാധനങ്ങൾ ഇപ്പോൾ ബദാം ആണെങ്കിലും കശുവണ്ടി ആണെങ്കിലും നല്ല കട്ടിയായിട്ടല്ലേ ഇരിക്കണം. ഇതിങ്ങനെ ക്രഞ്ചി ആയിട്ടാണ് തോന്നുന്നത്. ഫസ്റ്റ് ടൈമിന് ഞാൻ കഴിക്കണത്. ഇവരാരും കൊണ്ടുവന്നിട്ടില്ല പുറത്തുനിന്ന് വരുമ്പോഴേക്കും. ഇവർ പറഞ്ഞത് കൊള്ളൂല മമ്മി, അത് ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു സംഭവമാണ് എന്ന് പറയും. ഏതായാലും അതൊന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ റിച്ചാർഡും റയനും ഒക്കെ വന്നതാണ് കേട്ടോ. പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുളിമുറിയിൽ നമ്മൾ അവിടെ വൈപ്പ് ചെയ്യണ ആ ചെറിയതില്ലേ, അത് കേടായി പോയിട്ടുണ്ട്. അതിൻ്റെ റബ്ബർ വിട്ടു പോയിട്ടുണ്ട്. അപ്പോൾ റിച്ചാർഡ് സോൾട്ടിൽ നിന്ന് തന്നെയാണ് നമ്മളന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സോൾട്ടിൽ തന്നെ പോയിട്ട് വീണ്ടും അവിടെ നിന്ന് ഒരെണ്ണം മേടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ ആ കൂട്ടത്തിൽ റയനൊരു കുട കൂടിയിട്ട് റിച്ചാർഡ് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം റയൻ ഇപ്പോൾ നാളെ തുടങ്ങിയിട്ട് കോളേജിൽ പോകണമല്ല. അപ്പോൾ ഈ മഴയത്ത് ഒരു കുടയില്ലാതെ പറ്റൂല. അപ്പോൾ ഇവനൊന്നാമത് ഇത് 2 വീലറൊന്നും ഇല്ലല്ലോ, വെറുതെ ബസ്സിൽ കയറിയിട്ടല്ലേ പോണത്. അപ്പോൾ അതുകൊണ്ട് കുട അത്യാവശ്യമെന്ന് പറഞ്ഞിട്ട് ഇവന് വേണ്ടിയിട്ടൊരു കുട റിച്ചാർഡ് മേടിച്ചു കൊടുത്താണ്. അപ്പോൾ ഈ കുട തുറന്ന് നോക്കാതെയാണ് കൊണ്ടുവന്നത് കേട്ടോ. 395 രൂപ എന്തോണ് ഇതിൻ്റെ വില. അപ്പോൾ 439 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഇത് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ഉള്ളിൽ ഡാമേജ് ഉണ്ടായിരുന്നു. തുണി കീറി കിടക്കണേ, എന്നിട്ട് സ്റ്റിച്ച് വിട്ടേക്കണം. അങ്ങനെ പിന്നെ വേഗം തന്നെ അവരുടുപ്പൊക്കെ മാറി നിന്നതായിരുന്നു. എങ്കിലും അതുപോലെ തന്നെ ഓടിപ്പോയിട്ടാണ് സോൾട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടാകുന്നത്. ആ സമയത്ത് ഞാൻ ചായ ഇവിടെ തിളച്ചുകൊണ്ടിരിക്കണതായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് ഏതായാലും പോയി മാറ്റിയിട്ടും വന്നിട്ട് ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള സോട്ട്. അങ്ങനെ വേഗം തന്നെ അവർ പോയി അത് വേഗം മാറ്റിയൊക്കെ എടുത്തിട്ട്. അപ്പോൾ റയനാണെന്നുണ്ടെങ്കിലില്ലേ ഇതിൻ്റെ ബില്ല് കയ്യിലുണ്ട്, പക്ഷേ വീട്ടിൽ കൊണ്ടുവന്നാണെന്ന് അവനറിയാം. അവിടെ ബില്ലില്ലേലും നമുക്ക് മാറ്റി തരുമെങ്കിലും നമുക്കൊരു മര്യാദയുണ്ട്, നമ്മൾ ബില്ല് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ബില്ല് അങ്ങനെ തപ്പി നടന്ന് ഒത്തിരി നേരം പോയിട്ടാ. അവസാനം ബില്ല് നമ്മളുടെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ടേക്കണ്. അത് അവൻ പോലും അറിയാതെ ചുരുട്ടി കൂട്ടി അതിനകത്ത് കൊണ്ടിട്ടേക്കണം. ഇതെങ്ങനെ അതിനകത്ത് പോയെന്ന് പോലും നമുക്ക് അവനൊരു പിടുത്തമില്ല. അങ്ങനെ ഒരു കണക്കിന് ആ ചുരുട്ടിക്കൂട്ടി ഇട്ട ബില്ലും ഒക്കെ ആയിട്ട് ആളുകൾ പോയിട്ടാ. അങ്ങനെ ഞാൻ ആ സമയത്ത് ചായയൊക്കെ ഇട്ട് അപ്പോൾ ബ്രെഡും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരം പാൽ ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ ബ്രെഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രെഡും ഒക്കെ എടുത്ത് ഞാനിവിടെ വെച്ചു. അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡ് കൂട്ടിയിട്ട് ചായ കഴിക്കുമ്പോഴത്തേക്ക് ഇവിടെ പപ്പക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആദ്യം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഇന്ന് കാലത്തതോടുകൂടി നമ്മുടെ പഴങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പഴം തീർന്നതുകൊണ്ട് ഒന്നും തന്നെ വേറെ സാധനങ്ങളില്ല. അതുകൊണ്ടാണ് ബ്രെഡും മേടിച്ച് പിന്നെ കപ്പലണ്ടി കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് റയന് ചോറ് വേണമെന്ന് പറഞ്ഞ് മീൻ കറിയുടെ ആ ഒരു കൊതി മനസ്സിൽ നിൽക്കണേണ്. അപ്പോൾ മീൻ കറി കൂട്ടി ചോറ് തിന്നണം മമ്മി, ഭയങ്കരമായിട്ട് തോന്നണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് അവന് ചോറ് കൊടുത്തിട്ടാ. അപ്പോൾ റിച്ചാർഡിൻ്റെ ബ്ലാങ്കറ്റ് ആദ്യം തന്നെ കഴുകി വിരിച്ചതാണ് ഞാൻ. കാരണം നമുക്ക് കട്ടിയുള്ള ബ്ലാങ്കറ്റിന് ഇല്ല, റയന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഒരെണ്ണം കൊടുത്ത് റയൻ്റെത് ഇനി സാവധാനം നമുക്ക് വാഷ് ചെയ്തെടുത്താൽ മതി. റയന് പകരം കൊടുക്കാനുണ്ടായിരുന്നു. റയനാണ് ഇവിടെ ഏറ്റവും കട്ടിയുള്ള പുതപ്പ് പുതക്കുന്ന ആൾ. അത് ഏത് ചൂടാണെങ്കിലും റയൻ ഏറ്റവും കട്ടിയുള്ള പുതപ്പ് വേണം. അപ്പോൾ അങ്ങനെ റയൻ്റെ കട്ടിപ്പുതപ്പ് ഉണ്ടായിരുന്നു, അത് കൊടുത്ത്. റിച്ചാർഡിന് വേറെ കൊടുക്കാനില്ല. അതുകൊണ്ട് ഞാൻ റിച്ചാർഡിൻ്റെ പുതപ്പൊക്കെ അപ്പം തന്നെ കഴുകിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ മെഷീനിൽ നന്നായിട്ട് ഉണങ്ങിയിട്ട് തന്നെ വരുന്നത്. ഒന്ന് കാറ്റ് കൊണ്ടു കഴിഞ്ഞാൽ ഈ പുതപ്പൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സുകളൊന്നും അങ്ങനെ ഉണങ്ങിക്കിട്ടില്ല. ഈ പുതപ്പൊക്കെ പെട്ടെന്ന് ഉണങ്ങും കേട്ടോ. ഈ കട്ടിപ്പുതപ്പൊക്കെ വേഗം തന്നെ ഉണങ്ങിക്കിട്ടും. അങ്ങനെ എൻ്റെ തുണി വിരിക്കൽ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇത്തിരി ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കുന്നതാണ്. കാരണം ചോറ് ഇത്തിരി കുറവാണ്. നമ്മളിപ്പോൾ എല്ലാ ദിവസവും 1.5 കിലോ അരി വെക്കുന്നുണ്ട്. എങ്കിൽ പോലും പുറത്തെ ഡോഗുകൾക്ക് ചിലപ്പോൾ കൂടുതൽ കൊടുക്കേണ്ടി വരുമ്പോഴത്തേക്കും ചോറ് തികയാതെ വരും നമുക്ക്. അവർ വീണ്ടും വന്ന് നോക്കണുണ്ട്. അപ്പോഴത്തേക്കും ഞാൻ കുറച്ചുകൂടി ചോറ് എടുത്തിട്ട് അവർക്ക് കൊടുത്തു. അപ്പം നമ്മൾ ഈ പുറത്തെ ഡോഗുകൾക്ക് കൊടുക്കുന്നത് ഈ സുരേഖ അരി തന്നെയാണ്. അപ്പം ഞാൻ പപ്പയുടെ അടുത്ത് പറയുന്നുണ്ട് ഇത്തിരി റേഷനരി മേടിച്ച് വെക്ക്, അപ്പോൾ അത്രയും പൈസ ചിലവില്ലല്ലോ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ റേഷനരി ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോഗുകൾ വീണ്ടും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ചോറ് തീർന്നു പോയി. പിന്നെ ചോറ് വെക്കാനും മടിയായി, ചപ്പാത്തി വരത്താനും മടിയായി എനിക്ക്. അപ്പോൾ ഏതായാലും സാരിൽ ഇത്തിരി ഗോതമ്പിൻ്റെ ദോശ അങ്ങോട്ട് വേഗം ചുടാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചോറ് തികയാത്തവർക്ക് ഗോതമ്പിൻ്റെ ദോശയും കൂടി ചേർത്തിട്ട് കഴിക്കാമല്ലാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിനകത്ത് ഉപ്പും ഗോതമ്പ് പൊടിയും വെള്ളവും മാത്രം ഇട്ടാൽ വേറെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ റിച്ചാർഡിനാണെന്നുണ്ടെങ്കിൽ ഉച്ചക്ക് നമ്മൾ കോളിഫ്ലവറിൻ്റെ ഫ്രൈ കൂട്ടിയിട്ടല്ലേ കഴിച്ചത്.
അത് കുറച്ച് ബാക്കിയുണ്ട് എങ്കിൽ തന്നെ തികയൂല. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഗോബി മഞ്ചൂരിയൻ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കുന്നത് അവൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ, അതിന് ഒരു കറി കൂടിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ മേടിച്ചു. എന്നോട് പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചത് മീൻ ചാറ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് എനിക്കിത്തിരി വറുത്ത മീനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവൻ വേഗം തന്നെ അവൻ്റെ ഗോബി മഞ്ചൂരിയൻ്റെ കൂട്ടത്തിൽ ഒരു എന്ത് സാധനമാണ് വെജിറ്റബിൾ കുറുമ മേടിച്ച് വെച്ചിട്ടാ. അത് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ എന്ത് നല്ല സ്മെല്ലെന്നറിയാമോ, എങ്ങനെ ഉണ്ടാക്കുന്നതാവോ. നമ്മളുണ്ടാക്കിയാലൊന്നും അത്രയും ടേസ്റ്റൊന്നും ഒരു സ്മെല്ലൊന്നും ഉണ്ടാകില്ല, അത്രയും നല്ല ടേസ്റ്റും സ്മെല്ലും. അധികം വെജിറ്റബിൾസ് ഒന്നുമില്ല, പക്ഷേ സംഭവം സൂപ്പറായിരുന്നു. പിന്നെ അതെ, ഞാൻ ഈ ദോശ ഉണ്ടാക്കുന്ന ഈ ഒരു ചട്ടിയിൽ സാധാരണ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുള്ളത്. ദോശ ഒരിക്കലും ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കിയിട്ടില്ല. ഇതിപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇതിനകത്ത് ദോശ ഉണ്ടാക്കണം. എന്നിട്ട് പോലും അത് നല്ല ക്ലിയറായിട്ട് വിട്ടുപോകുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ദോശ ചട്ടിയിൽ പിടിക്കുന്നതെന്ന് പറയണതെന്ന് എനിക്ക് മനസ്സിലാകണം സത്യത്തിൽ. അപ്പോൾ ഈ ഒട്ടിപ്പിടിക്കണവരുടെ ഞാൻ നേരത്തെ 1-2 ടിപ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ചോറ് ചേർത്ത് അരച്ച ദോശ കല്ലിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് വെക്കുന്ന പുഴുക്കലരി ചേർത്തിട്ട് പച്ചരിയുടെ കൂട്ടത്തിൽ അരച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോറ് ചേർക്കാതെ തന്നെ നല്ല മൊരിഞ്ഞ ദോശ ഉണ്ടാക്കാൻ പറ്റും, ഒട്ടിപ്പിടിക്കാതെ കിട്ടുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടും. അത് ഒരു പ്രത്യേക നമുക്ക് അത് ശീലിച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആവുള്ളൂ, അതേ പറയാൻ പറ്റുള്ളൂ എനിക്കിപ്പം. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ചുട്ടുകൊണ്ട് വന്ന്, പിന്നെ ചോറ് കുറവായതുകൊണ്ട് കുറച്ച് ചോറൊക്കെ എടുത്ത് എല്ലാവർക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗോബി മഞ്ചൂരിയൻ അതെനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ എങ്കിലും ടേസ്റ്റ് ചെയ്ത് നിർബന്ധപൂർവ്വം എനിക്ക് തരും. അങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് എനിക്ക് ഈ ഒരു കുറുമയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പറായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്മെല്ല് റൈനിങ്ങനെ മൂക്കിലേക്ക് അടിക്കണേണ്, അത്രയും നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്